ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ വിനോദ മയൂരിനെ വിളിച്ച് പറയുന്നുണ്ട്, എടി നീ ആരാണ് അപമാനിച്ചത് നിനക്കറിയാവോ? സമൂഹത്തിൽ നിലയും വിലയൊക്കെയുള്ള ഒരു ഡോക്ടറെയാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കാം നീയും ആ കൈലാസ് തമ്മിലുള്ള ബന്ധം എന്താടി, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സാറി, എനിക്കൊരു പരിചയമില്ല, ജസ്റ്റ് പരിചയം മാത്രമല്ല, അല്ലാതെ വേറൊരു ബന്ധവും ഇല്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. നോക്ക്, ഞാൻ നിന്നെ വിളിപ്പിക്കും സ്റ്റേഷനിലേക്ക്, അപ്പൊ നീ കറക്റ്റ് സമയത്ത് ഹാജരായിക്കൊള്ളണം. അല്ല അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് മുങ്ങിയാലുണ്ടല്ലോ, നീ എവിടെയാണ് മുങ്ങി വെച്ചാൽ അവിടെ വന്ന് ഞാൻ നിന്നെ പൊക്കിയിരിക്കും, കേട്ടല്ലോ. അയ്യോ സാറേ, ഞാൻ വന്നോളാം സാറേ, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കാണ്. മയൂരി ആകെ പേടിച്ച് അകത്തേക്ക് ഓടി പോകുവാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ജഡ്ജിനെയാണ്. രചന ജഡ്ജിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജഡ്ജി ചോദിക്കണ്ട്, അല്ല നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം, മേഡത്തിന് അറിയാലോ ആ കേസ് മേഡം ആണല്ലോ വിധി പറഞ്ഞത്. അതെ, അത് വിധി പറഞ്ഞ കേസാണല്ലോ. അതെ മേഡം, എന്റെ കുഞ്ഞ് ആകെ പൊറുതി മുട്ടുവാണ്. രണ്ട് സ്ഥലത്തും മാറി മാറി നിൽക്കുകയാണ്. മഹേഷിനെ ഇവിടെ ഒരു പെണ്ണിനെ നിൽക്കാൻ പറ്റില്ല മേഡം, ജീവിക്കാൻ പറ്റില്ല. അയാൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് അയാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. എന്റെ മോള് നൂറെന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ നിൽക്കണോ 101 പറഞ്ഞ ഫ്ലാറ്റിൽ നിൽക്കണോ എന്നറിയാതെ വീർപ്പ് മുട്ടുക മേഡം എന്ന് പറയാണ്. ഇതന്ന് വിധി പറഞ്ഞ കേസല്ലേ, ഇതിൽ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നിങ്ങളുടെ വക്കീലിനോട് ചോദിക്കൂ എന്ന് ജഡ്ജി പറയുമ്പോ, മാഡം വക്കീലിനോട് ചോദിച്ചു, വക്കീലാ പറഞ്ഞത് മാഡത്തിനെ വന്ന് കാണാനായിട്ട്. എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതാണല്ലോ ആ കേസ് ഞാൻ അന്ന് പെട്ടെന്ന് തന്നെ വിധി പറഞ്ഞത്. അതെ മേഡം, പക്ഷേ ഈ മഹേഷ് മേഡം വിചാരിക്കുന്ന പോലെയല്ല, അയാൾ ഒരു സംശയരോഗിയാണ്. ഇഷിതയുടെ ഫ്ലാറ്റിലും മഹേഷിന്റെ ഫ്ലാറ്റിലാണ്. എന്റെ മോളാണെങ്കിൽ ഏത് ഫ്ലാറ്റിൽ നിൽക്കണമെന്ന് അറിയാണ്ട് ഫ്ലാറ്റിന്റെ മുമ്പിലിരുന്ന് എപ്പോഴും കരച്ചിലാണ്. അവിടെ അടുത്തുള്ളവരാണ് എന്നോട് പറഞ്ഞത്, അതൊരു പെൺകുഞ്ഞല്ലേ മേഡം, ഇങ്ങനെ വളർന്നു വന്നാൽ അവളുടെ ഭാവി എന്താകും? മേഡത്തിന് ഒരു കാര്യം അറിയാവോ, എന്റെ മോൻ ഊട്ടി സ്കൂളിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്ന, അവനിപ്പോ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ചെപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് അവനെ ചേർത്തിരിക്കുന്നത്. അവരുടെ സ്നേഹം സ്കൂളിൽ തീരുവാ മേഡം. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ മേഡം ഉണ്ടാക്കി തരണം. എനിക്ക് എന്റെ മോളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മേഡം. അവൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ വിധി കിട്ടിയപ്പോ നല്ലൊരു അമ്മയെ കിട്ടിയല്ലോ എന്ന സമാധാനത്തിലാ ഞാൻ ഇത്ര നാള് ജീവിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഭയങ്കര കാര്യങ്ങൾ മഹാ ബോറാ മേഡം. മേഡം വിചാരിക്കുന്ന പോലെ വരുന്നില്ല, വലിയ എന്തോ പ്രശ്നമാ അവിടെ നടന്നിരിക്കുന്നത്. ഇഷിത ആകെ പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുവാണ്. പിന്നെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ള കാര്യമാണല്ലോ എന്ന് ജഡ്ജി പറയണം. അതേ മേഡം, ഭയങ്കര സീരിയസ് ആണ് അവസ്ഥ. ശരി, നിങ്ങളൊന്ന് പോയിക്കോളൂ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം നേരിട്ട് തന്നെ പോയി അന്വേഷിക്കാം. അല്ല ചിപ്പി ഇപ്പോ എവിടെയാ നിൽക്കുന്നത്? ഇപ്പൊ മഹേഷിന്റെ ഫ്ലാറ്റിലാണെന്ന് മേഡം അറിഞ്ഞത്. ഓക്കെ, നിങ്ങൾ പോയിക്കോ, ഞാൻ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് അന്വേഷിക്കട്ടെ. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം കാണിക്കുന്നത് മഹേഷിന്റെ ഫ്ലാറ്റാണ്. അവിടെ ആരോ ബെല്ലടിക്കുമ്പോ മഞ്ജിമ വാതിൽ തുറക്കാൻ വേണ്ടി പോകുക കേട്ടോ. ജഡ്ജി ആയിരിക്കും കേട്ടോ. മഞ്ജിമ ഞാൻ ജഡ്ജി പറഞ്ഞു, ഞാൻ ജഡ്ജിയാണെന്ന് പറയുമ്പോൾ, മനസ്സിലായി മേഡം, വാ അകത്തേക്ക് വാ, സ്വപ്നവേലും വരുന്നുണ്ട്, വാ മേഡം അകത്തേക്ക് വാ. അപ്പോഴേക്കും കൂടെ ഒരു ആളുണ്ട് കേട്ടോ എല്ലാം എഴുതിയെടുക്കാനായിട്ട്. പുള്ളിക്കാരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരോട് ഇരിക്കാണ്ട് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജി അവിടെ ഇരിക്കുന്നുണ്ട്. മഞ്ജിമേ, ചായ എടുക്ക് എന്ന് പറയുമ്പോൾ, വേണ്ട, ഞാൻ സൽക്കാരം സ്വീകരിക്കാനല്ല വന്നത്. അല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ. പ്രശ്നങ്ങളോ? ഒരു പ്രശ്നവുമില്ല മേഡം. ചിപ്പി അവിടെ, ചിപ്പിനെ വിളിക്ക്, അവൾ സ്കൂളിൽ പോയി മേഡം. ഇഷിതയോ? അവളെ വിളിക്ക്, അവള് ഹോസ്പിറ്റലിൽ പോയി മേഡം. മഹേഷ് വിഷു തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല മേഡം, ചെറിയൊരു സൗന്ദര്യ പിണക്കം, അതേ ഞാൻ വിശദീകരണം ഒന്നും ചോദിച്ചില്ല. പിണക്കം ഉണ്ടോ ഇല്ലയോ? പിണക്കത്തിലാ മേഡം. ഇഷിതയുടെ ഫ്ലാറ്റിലാണ്, മഹേഷ് ഇവിടെയാണല്ലേ? കണ്ട പോലും പരസ്പരം മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത വഴക്കാണ് രണ്ടുപേരും അറിഞ്ഞല്ലോ. ഈ ഫ്ലാറ്റിലുള്ളവർ തന്നെയാണ് പറഞ്ഞത്. ഓ അങ്ങനെയൊന്നുമില്ല മേഡം, ചെറിയൊരു പിണക്കം, അത്രയേ ഉള്ളൂ. അതെ നോക്ക്, ചിപ്പി രണ്ട് വീട്ടിലും മാറി മാറി ഓടി നടന്ന് ആകെ തളർന്ന് കരയുവാണല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല മേഡം, അവള് ഇഷിതനെ കാണാൻ വേണ്ടി എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോകും. ഇഷിത ഇങ്ങോട്ട് വരാറുണ്ട്. അതന്നെയാ പറഞ്ഞ ഓടി നടത്തോന്ന്. ഇതൊന്നും ശരിയാവില്ല. എന്തൊക്കെ പറഞ്ഞാലും കോടതിയിൽ ഞാൻ പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് കൊച്ചിനെ ഇഷിതക്കും മഹേഷിനും കൊടുത്തത്. അവരുടെ സ്നേഹവും ആ ഒരു ഒത്തൊരുമയും കണ്ടിട്ട്. പക്ഷെ അങ്ങനെയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകെ വിധിയൊക്കെ മാറ്റി എഴുതേണ്ടി വരും. രചന ഇപ്പൊ അപ്പീലിനെ പോയിരിക്കുക ഈ കേസിന് പുറത്ത്. അവൾക്ക് കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞിട്ട്, അയ്യോ അവൾക്ക് കുഞ്ഞിനെ കൊടുക്കല്ലേ മേഡം, അവളൊരു വഞ്ചകിയാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കോടതിക്ക് ബോധ്യമാവണ്ടേ? എന്തായാലും ഇഷിതയും മഹേഷും കോടതിനെ വഞ്ചിച്ച് അന്നൊരു നാടകം കളിച്ച് കുഞ്ഞിനെ കരസ്ഥമാക്കിയതാണെന്നാണ് രചനയുടെ മൊഴി. ഇപ്പൊ ഏകദേശം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജി പറയുമ്പോ, അയ്യോ മേഡം അങ്ങനെയൊന്നും ഇല്ല മേഡം. എന്നിട്ടാണ്
അതുകൊണ്ടാണ് രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് ഫ്ലാറ്റുകൾ നിൽക്കുന്നത്. ഇഷിതയ്ക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ചിപ്പി ആയിരിക്കും ആകെ ബുദ്ധിമുട്ടാൻ പോണത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. എന്തായാലും ഈ കേസ് മുന്നോട്ട് വെച്ചേ പറ്റൂ. ഇഷിതയും മഹേഷും ചിലപ്പോൾ കോടതിയിലേക്കൊന്ന് വരേണ്ടി വരും. മിക്കവാറും ചിപ്പിനെ രചനയ്ക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം രണ്ടാം അമ്മയായിട്ടുള്ള ഇഷിതക്ക് ഒരിക്കലും കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. പിന്നെ മഹേഷ് ഇങ്ങനെ പെണ്ണുങ്ങളെ മാറ്റി മാറ്റി കള്ളം കഴിക്കുന്ന ഒരാൾക്ക് കൂടെ കൊച്ചിനെ വെക്കാനും പറ്റില്ലല്ലോ. അപ്പൊ രചനയ്ക്ക് എന്നെ മിക്കവാറും കൊടുക്കേണ്ടി വരും. ശരി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ജഡ്ജി കൂടെ ഉണ്ടായിരുന്ന ആളെ ഇതൊക്കെ എഴുതി എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവേലി പറയണ്ട, അയ്യോ മുരുക, എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോണ എല്ലാത്തിനും കാരണം ആ ഇഷിതയാണ്. സ്വന്തം മോളെ പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഈശ്വര, എന്റെ കുഞ്ഞിനെ കൈവിട്ട് പോകാൻ പോകണല്ലോ, ആ താടകയുടെ കയ്യിലേക്ക് എന്റെ കുഞ്ഞ് വീണ്ടും പോകാൻ പോവാണല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് പൊട്ടിക്കരയാട്ടോ സ്വപ്നവേലി. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആകാശിന്റെ വീടാണ്. രചന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട ആകാശ് എന്ന് ജഡ്ജി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയപ്പോ ഞാൻ നിലത്തന്നെ കാര്യങ്ങളൊക്കെ നേരിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ജഡ്ജി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. മിക്കവാറും ചിപ്പിന് നമുക്ക് തന്നെ കിട്ടും. എടോ, ഇത് വളരെ ഗുഡ് ന്യൂസ് ആണല്ലോ. താൻ ഇത്രയും ധൈര്യം കാണിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ആകാശിനറിയാലോ, ഇത് മഹേഷിനോട് ഇഷ്ടത്തോടുള്ള ദേഷ്യം മാത്രമല്ല. ചിപ്പി എന്റെ മോളാണ്. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോള് എനിക്ക് വേണം. അതും കൂടിയിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എടോ, തന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് എനിക്ക് മഹേഷിനുള്ള ദേഷ്യം. എന്തായാലും മഹേഷിന്റെ അതുപോലെ തന്നെ ഇഷിതയുടെ ബന്ധത്തില് ആ നൂൽ ചരട്, ചിപ്പി എന്ന് പറഞ്ഞ നൂൽ ചരട് അത് പൊട്ടിപ്പോയല്ലേ. ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ചിപ്പിയെ നമുക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പാണല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും എന്റെ മോളെ എനിക്ക് തന്നെ കിട്ടും. ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്നു ആകാശ്. എനിക്കും അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ആദി വരുവാട്ടോ. ആദി വരുമ്പോ തന്നെ ആ രചന പറയണ്ടേ, മോനെ ആദി, ഒരു സന്തോഷ വാർത്തയുണ്ട്. എടോ രചന, ഇവന്റെ മുഖം എന്താണ് ആകെ വല്ലാതിരിക്കുന്നത്? ഇവൻ ഉറങ്ങുമായിരുന്നോ? ഇല്ല. എന്താ സന്തോഷ വാർത്ത എന്ന് ആദ്യം ചോദിക്കുമ്പോ, എടാ നിന്റെ അനിയത്തിയില്ലേ ചിപ്പി, അവളിവിടെ വരാൻ പോകുന്നു. സത്യമാണോ? അതെ. അങ്ങനെ ഇഷിതയുടെ വലയത്തിൽ നിന്നിട്ട് അവള് പുറത്തു ചാടാൻ പോവാ. അവളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ അടുത്തേക്ക് വരാൻ പോവാ ചിപ്പി. അമ്മ എന്തിനാ അമ്മ ഏത് നേരം ആ ഡോക്ടർ ഇഷിതനെ ഇങ്ങനെ കുറ്റം പറയണത്? മോനെ, നിനക്ക് എന്താടാ? അവള് നിന്റെ രണ്ടാനമ്മ ആയിക്കോട്ടെ, പക്ഷെ അമ്മ എന്തിനാ എപ്പോഴും കുറ്റം പറയണത്? അവരൊരു നല്ല സ്ത്രീ ആയിട്ടാ എനിക്ക് തോന്നിയത്. അമ്മ ഇങ്ങനെ കുറ്റം പറയുമ്പോ അമ്മയാണ് ചീത്ത സ്ത്രീ എന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് പറഞ്ഞൂടാ നീ എന്ന് പറഞ്ഞിട്ട് മുഖത്തടിക്കാൻ പോകുമ്പോ, രചന എന്തൊക്കെയാ കാണിക്കണം ചോദിക്കുമ്പോ, നീ എന്തൊക്കെയാ മോനെ ഈ പറയണത് അമ്മയടുത്ത് എന്ന് രചന ചോദിക്കുമ്പോ, അമ്മേ, എനിക്കെന്തോ അവരോട് ഇഷ്ടം തോന്നുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കം പെട്ടെന്ന് വരാതിരിക്കുമ്പോഴൊക്കെ അവരെന്റെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നും. അവരെന്റെ നെറ്റി തലോടി എന്റെ കൂടെ കിടക്കുന്ന പോലെ തോന്നും. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോകും. എന്തോ അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് എനിക്ക് ഒരേ ദിവസം പോകും തോറും കൂടി വരുക. എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഒരു കാര്യം അറിയാം, അവരെന്റെ ശത്രുവല്ല. അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രം എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് വേഗം മാറിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് ഭയങ്കര സങ്കടമാണ്. രചന അടുത്ത് ആകാശ് പറയണ്ട, എടോ താനിങ്ങനെ വിഷമിക്കല്ലേടോ, എന്തൊക്കെയോ അവന് മാറ്റങ്ങളുണ്ട്. അതൊന്ന് ആക്സിഡന്റ് സംഭവിച്ചതാണ്. അവൻ പോലും വിചാരിക്കാതെ അവൻ മാറി തുടങ്ങുന്നുണ്ട്. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചിപ്പീനെ നേടുമ്പോ ആദ്യനെ നഷ്ടപ്പെടും. അവൻ മിക്കവാറും അവളെ തേടി പോവാനാ ചാൻസ്. താൻ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോവാണ്. രചനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കാട്ടോ. മഹേഷ് ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോ കൈലാസ് പറയണ്ട, കഴിക്കളിയ എന്ന് പറയാണ്. മഹേഷ് അഞ്ചിമടുത്തും അതുപോലെ തന്നെ സ്വപ്നവരത് പറയുന്നുണ്ട്, കാര്യങ്ങളുടെ പോക്ക് കുറച്ച് ഗൗരവമുള്ളതാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ജോർജ് പറഞ്ഞപ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജഡ്ജി ഇവിടെ വന്നത് തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ്, ചിപ്പി എങ്ങനെയാണ് ജീവിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കേസ് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചിപ്പി മോളെ നമുക്ക് നഷ്ടപ്പെടുമെന്നാ തോന്നുന്നത് എന്ന് മഹേഷ് പറയുമ്പോ സ്വപ്നവര് വേണ്ട, അയ്യോ എന്റെ ഈശ്വര, എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ? എല്ലാത്തിനേക്കാളും ആ ഇഷിതയാണ്. നമ്മുടെ മോളെ അവള് പാട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇത്ര കുഴപ്പത്തിലാവാൻ കാരണം എന്ന് പറയുമ്പോൾ കൈലാസ് പറയേണ്ട, അളിയ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ആ ചിപ്പിമോളാണ്. ചിപ്പിമോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് അളിയൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോ, അല്ല ഇഷിതനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോ, കാരണം എല്ലാത്തിനേക്കാളും വലുത് നമുക്ക് ചിപ്പിയല്ലേ അളിയ എന്ന് പറയാണ്. അപ്പോഴേക്കും സ്വപ്നവലി പറയണ്ട, അല്ല നിന്നോട് അവള് ചെയ്തൊക്കെ നീ മറന്നോ കൈലാസ്? മറന്നിട്ടല്ല, പക്ഷെ അതിനേക്കാളൊക്കെ വലുത് ചിപ്പിയാണമ്മേ. അതുകൊണ്ടാ കൈലാസ് ചേട്ടൻ ഇന്നലെ എന്താ പറഞ്ഞെന്നറിയാവോ മഹേഷ്? ഇഷിതയും മഹേഷോട് സുഖമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് ഇവിടെ പോകാന്ന് അങ്ങനെ പറഞ്ഞ ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയണത്. എന്തായാലും അവളോട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോ സ്വപ്നവലി പറയണ്ടില്ല, ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഭാഗ്യത്തിന് ആ ജഡ്ജി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവളുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ആ ജഡ്ജി ഇവിടേക്ക് എന്തായാലും ചിപ്പിനെ വിടില്ല. അതുകൊണ്ട്
അവള് ഇങ്ങോട്ട് വരണ്ട, അവൾ ഇങ്ങോട്ട് വരേ വേണ്ടെന്ന് പറയുമ്പോ മഞ്ജ പറയുന്നുണ്ട് വന്നോട്ടെ, പക്ഷെ ഒരു കാര്യം, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിവ് സഹിതം അവൾ തെളിയിച്ചിട്ട് വന്നോട്ടെ എന്ന് പറയാണ്. സ്വപ്നം ഇനിയും പറയണ്ട, അതെ, അവൾ അഗ്നിശുദ്ധി വരുത്തിയിട്ട് മാത്രം ഇതിനുള്ളിൽ കാല് കുത്തിയാൽ മതി ഇനി എന്ന് പറയുമ്പോൾ മഹേഷ് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ എഴുന്നേറ്റ് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ ആ ജഡ്ജിയുടെ ഭർത്താവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ. ജഡ്ജി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, എടോ തനിക്ക് എപ്പോഴും ഈ വിഷമം തന്നെയാണല്ലോ, മനസ്സിലാവും, കോർട്ടിൽ ഓരോരോ അവസ്ഥയല്ലേ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലല്ലോ ചിപ്പിമോളുടെ കാര്യം, അച്ഛനും അമ്മയും വേർപെടുന്ന രണ്ടാനമ്മയുടെ കൂടെ പറഞ്ഞു വിട്ട ചിപ്പിമോളുടെ കാര്യം. അവരിപ്പോ ഭയങ്കര അവസ്ഥയിലാണ്, രണ്ടാനമ്മയും പിരിഞ്ഞ് അവരുടെ ഫ്ലാറ്റിലേക്കാണെന്ന് അറിഞ്ഞത്. എടോ അത് ഭയങ്കര അവസ്ഥയാണല്ലോ കുഞ്ഞിന്റെ അവസ്ഥ. അതേന്നേ, താനൊരു കാര്യം ചെയ്യടോ, ആ കുഞ്ഞിനെ അവളുടെ യഥാർത്ഥ അമ്മക്ക് തന്നെ വിട്ടുകൊടുക്ക്, അവള് പ്രസവിച്ച അമ്മക്ക്. എന്തൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ പ്രസവിച്ച അമ്മേനേക്കാളും വലുതൊന്നും അല്ലല്ലോ വളർത്തമ്മ. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും, ആ അമ്മക്കനെ വിട്ടുകൊടുക്കും. ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. രചന എന്ന് അവരുടെ പേര്, അവർക്ക് എന്നെ കുഞ്ഞിനെ വിട്ടുകൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കണത്. എന്നാ അങ്ങനെ തന്നെ ചെയ്യടോ. അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് അവർ ആ കാഴ്ച കാണണം. മഹേഷും ഇഷിതയും ചിപ്പിയും കൂടി ഓടിച്ചാടി നടക്കുവാട്ടോ അവിടെ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ജഡ്ജി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അതിനുശേഷം ജഡ്ജി പറയണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞില്ലേ ചിപ്പിമോളുടെ കാര്യം, ആ കുട്ടി അത് ചിപ്പി, അപ്പൊ അയാള് അതിന്റെ കൂടെയുള്ളത് അത് അയാളുടെ അച്ഛനാ, അവളുടെ അച്ഛനാ. അപ്പൊ മറ്റേതോ സ്ത്രീയോ അത് രണ്ടാനമ്മ. എടോ താൻ ഇവരെ കുറിച്ചാണ് പറഞ്ഞത്, അകന്ന് ജീവിക്കുകയാണ് പിരിഞ്ഞ് ജീവിക്കുകയാണെന്ന്. ഇവര് ഭയങ്കര സന്തോഷത്തിലല്ലോ, ഹാപ്പി ഫാമിലി. അതെ, അതായിരിക്കും മനസ്സിലാവാത്തത്. ഇവരുടെ ഫ്ലാറ്റിൽ പോയി ഞാൻ അന്വേഷിച്ചതാണ്. അപ്പൊ ഇഷിത അവരുടെ ഫ്ലാറ്റിലും അതുപോലെ തന്നെ ചിപ്പി സ്കൂളിലാന്നാ പറഞ്ഞത്. കൊള്ളാം, ആ കുട്ടിക്ക് പിന്നെ സ്കൂളിൽ പോകണ്ടേ, പിന്നെ അവരുടെ ഫ്ലാറ്റിലാന്ന് പറഞ്ഞത്. അവള് കല്യാണം കഴിഞ്ഞാലും ഒരു മകളല്ലേ, അവര് ചിലപ്പോ അവന്റെ അച്ഛനമ്മയുടെ കൂടെ പോയി നിന്നിട്ടുണ്ടാവുമായിരിക്കും. ചെറിയ സൗന്ദര്യ പെണ്ണുങ്ങൾ എന്തിനാണോ വലുതാക്കണത്, അവര് ഹാപ്പിയാ, കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയാ അവര് എന്ന് പറയാണ്. അങ്ങനെ ചിപ്പി അവർ പറയണ്ട, അമ്മേ അച്ഛ ഞാൻ ജയിച്ചു, ഉമ്മതാ എന്ന് പറയുന്നത് രണ്ടുപേരും ഉമ്മ കൊടുക്കാണ്. ശേഷം മഹേഷ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് ചിപ്പിക്ക് കൊടുക്കാട്ടോ. ചിപ്പി ഐസ്ക്രീം രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ ജഡ്ജിയും ജഡ്ജിയുടെ ഭർത്താവും ദൂരെ നിന്ന് നോക്കി കാണുവാണ്. ശേഷം ജഡ്ജി അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. മിസ്റ്റർ മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹേഷ് ഇപ്പൊ വരാം മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. ഇഷിതയും അവിടെ നിന്ന് പോകുന്നുണ്ട്. മേഡം മേഡം എവിടെ? ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അല്ല, നിങ്ങൾ തമ്മിൽ കുറവുണ്ടെന്നൊക്കെ കേട്ടു. മേഡം ഫ്ലാറ്റ് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. മേഡം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ ഇഷിത വരുന്നുണ്ട്. ഇഷിത പറയണ്ട, മേഡത്തിന് അറിയാലോ എനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല. ചിപ്പി മോളെ എന്നെ സ്വന്തം മോളായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവൾക്ക് വേണ്ട ഞങ്ങൾ വിവാഹം കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല മേഡം എന്ന് ഇഷിതയും പറയണം. അപ്പോഴേക്കും നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, ഓടിച്ചാടി വരുന്നുണ്ട്. ജഡ്ജി പെട്ടെന്ന് തന്നെ ചിപ്പിയോട് ചോദിക്കണ്ട, ഹായ് ചിപ്പി മോളെ, ചിപ്പി മോൾക്ക് ഈ അമ്മയാണോ അതോ രചനാമ്മേനാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ചിപ്പി പറയണ്ടേ, എനിക്ക് ഈ അമ്മേനെ ഇഷ്ടം, എന്റെ ഇഷിതാമ്മേന, എനിക്ക് ഈ അമ്മയേ ഉള്ളൂ. അപ്പൊ മോൾക്ക് ഈ മമ്മീനെയാണ് ഇഷ്ടം അല്ലെ? മമ്മിയില്ല, എനിക്ക് ഒരു അമ്മയേ ഉള്ളത്, ഈ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കാട്ട് ചിപ്പി. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വിനോദാണ് ചിപ്പീനെ രണ്ടുപേർത്തും കൊണ്ടുവന്നത് കേട്ടോ. കാരണം വിനോദിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വിനോദ് അവർ തമ്മിൽ പിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിപ്പീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ അഭിനയം കഴിയുമ്പോൾ ഇഷിത അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. ഇഷിത പോയി കഴിയുമ്പോൾ വിനോദ് പറയണ്ടേ, ചേട്ടാ എല്ലാത്തിനും കാണും ആ കൈലാസളിയാണ്, അയാളുടെ മുഖം കൂടി വലിച്ചൂരണം ചേട്ടാ എന്ന് പറയാണ്. അങ്ങനെ കൈലാസിന്റെ വീട്ടിൽ കൈലാസ് ഇതൊക്കെ കേട്ട് ഒരു മൂലക്ക് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം, ഒരു മരത്തിന്റെ ഇടയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ. പിന്നീട് മയൂരിയുടെ വീട്ടിലേക്ക് വിനോദ് പോകുന്നുണ്ട്. എടി സത്യങ്ങളൊക്കെ മര്യാദയൊക്കെ പറയടി എന്ന് മയൂരിയുടെ അടുത്ത് പറയുമ്പോൾ മയൂരി കൈ കൂപ്പിയിട്ട് സത്യങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തുറന്നു പറയാണ്. വിനോദ് പറയണ്ട, എല്ലാത്തിനും കാണാൻ കൈലാസ് തന്നെയാണ് ഏട്ടാ, എല്ലാം നമുക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട് എന്ന് മഹേഷിനോട് പറയുന്ന ഭാഗമാട്ടോ പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.